ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു ഇന്റർവ്യൂവിന്റെ ഭാഗമായി ഒരു കാര്യം തുറന്നു പറയുകയുണ്ടായി. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് ചില മോശമായ സമീപനം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ തുറന്നു പറഞ്ഞത്. പക്ഷെ എന്നാൽ പോലും ഒരു പ്രസ്ഥാനത്തെ വേദനിപ്പിക്കേണ്ട, ദുഃഖിപ്പിക്കേണ്ട എന്ന് കരുതി ഞാൻ ആ പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല. ആരെയും വേദനിപ്പിക്കണമെന്നോ ആരെയും തകർക്കണമെന്നോ ആയിരുന്നില്ല എന്റെ ഉദ്ദേശം. എനിക്ക് ആകെ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ ഇങ്ങനെയാണോ ആകേണ്ടത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത്. മൂന്നാമതും ഏത് വിധേനയും ഭരണം പിടിക്കുന്ന ലക്ഷ്യത്തോടെയാണ് CPM ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിന് പലപ്പോഴും പല കാരണങ്ങൾ വിലങ്ങുതടിയാകുന്നുണ്ടെങ്കിലും അവർ അതിനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയും ഇത്തവണ ഭരണം പിടിക്കുന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി ടീം UDF എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോവുകയും പലതരത്തിലുള്ള പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നു. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന, അതായത് കഴിഞ്ഞ പല മാസങ്ങളായി നടന്നിരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ അവർക്ക് വിജയം നേടാൻ സാധിച്ചു. പലയിടങ്ങളിലും അവർ ഒരുമിച്ച് നിന്ന് വിജയിക്കുകയും ചെയ്തു. ഒരിടത്ത് മാത്രമാണ് തോൽവി അറിഞ്ഞതെങ്കിൽ പോലും മറ്റുള്ള എല്ലായിടങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന എല്ലാ സ്ഥലത്തും, ഈവൻ അത് പാലക്കാട് ആയിക്കോട്ടെ മറ്റുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, അവിടങ്ങളിലെല്ലാം വലിയ തരത്തിൽ UDFന് വിജയിക്കാൻ സാധിച്ചു. അതിനുള്ള കാരണമായി അവർ പറയുന്നത് ഇവരവിടെ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് ഈ വിജയം ഉണ്ടാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ ഒരുമിച്ച് നിന്നാൽ വിജയം നേടാനാകുമെന്നുള്ള VD സതീശൻ്റെ ഫോർമുലയാണ് ഇവിടെ വിജയിച്ചത്. അതിന് VD സതീശൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്, പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഓരോ സ്ഥലം എടുത്താലും, പുതുപ്പള്ളി മുതലുള്ള ഓരോ സ്ഥലങ്ങളെടുത്താലും അവിടങ്ങളിലെല്ലാം VD സതീശൻ പറഞ്ഞത് ഇവിടെ ജയിച്ചാൽ അത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വവും അതുപോലെ തോറ്റാൽ അത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് എന്നാണ്. ഇവിടെ തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഫുള്ള് VD സതീശൻ എന്ന ഞാൻ ഏറ്റെടുക്കും എന്നാണ് VD സതീശൻ പലപ്പോഴായും പല ഉപതെരഞ്ഞെടുപ്പുകളിലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലായിടങ്ങളിലും അവർ മത്സരിച്ച എല്ലായിടങ്ങളിലും അവർക്ക് ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു നേട്ടമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് എല്ലാം വലിയ തരത്തിൽ ഉയർന്നു വരുന്നു, വലിയ സമര കോലാഹലങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയം വലിയ തരത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുന്നത്. ആ തിരിച്ചടി അവർക്ക് എത്രത്തോളമാണ് ബാധിച്ചതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ അടുത്ത തവണ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF വീണ്ടും ഭരണം ലക്ഷ്യമിട്ടിരുന്ന സ്ഥാനത്ത് നിന്നും ഇപ്പോഴിതാ ഏറെ പിന്നിലേക്ക് പോയിരിക്കുന്നു എന്നുകൂടി പറയേണ്ടിയിരുന്നു. കാരണം അത്രത്തോളം കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി, UDFന് വലിയ നാണക്കേടായി, വലിയൊരു പ്രശ്നമായി അത് മാറുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയം വലിയ തരത്തിൽ അത് ചർച്ചയാവുകയും ചാനലുകളെല്ലാം വലിയ തരത്തിൽ ആഘോഷിക്കുകയും ചെയ്തപ്പോൾ അത് UDFനും കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനടക്കം വലിയ തരത്തിൽ അത് ആക്ഷേപമുണ്ടാക്കി, നാണക്കേടുണ്ടാക്കി. എന്നാൽ UDF ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ VD സതീശൻ്റെ ഒറ്റ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുക എന്നുള്ള ആ തീരുമാനം വലിയ തരത്തിൽ സ്വീകരിക്കപ്പെട്ടു. എന്നിരുന്നാൽ പോലും അത് വലിയ തരത്തിൽ കോൺഗ്രസിന് നാണക്കേടുണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ നാണക്കേടിൽ നിന്നും ഏത് വിധേന കരകയറുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രാദേശിക തലത്തിൽ അതുപോലെ തന്നെ മറ്റു തലത്തിലൊക്കെയുള്ള വിഷയങ്ങൾ, അതായത് ഓരോ മണ്ഡലങ്ങളിലും വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം എടുത്ത് വലിയ തരത്തിൽ ചർച്ചയാക്കുകയും അതുപോലെ ആ ചർച്ചകൾ വലിയ വിവാദമാക്കി കൊണ്ടുപോകാനും അവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ നടന്ന പോലീസ് അതിക്രമങ്ങളെല്ലാം വലിയ തരത്തിൽ സമര കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും വലിയ തരത്തിൽ സമരങ്ങൾ ഉണ്ടാകുകയും ഈ മർദ്ദിച്ച പോലീസുകാരുടെ വീട്ടിലേക്ക് വരെ മാർച്ച് നടക്കുന്ന സാഹചര്യമുണ്ടായി. അതിനൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ പ്രിന്റുവിൻ്റെ വീട്ടിലേക്കും BJP നേതാവായ പ്രിന്റുവിൻ്റെ വീട്ടിലേക്കും ഈ പറഞ്ഞ പ്രതിഷേധങ്ങളുണ്ടായി. അങ്ങനെ വീടുകളിലേക്ക് പോലും പ്രതിഷേധങ്ങൾ പോകുന്നിടത്തിലേക്ക് കോൺഗ്രസ് വലിയ തരത്തിൽ മാറിയിരിക്കുന്നു. അവരുടെ സംഘടനാ പാഠവും വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ആ മുന്നോട്ട് പോക്കിൽ ഇതാ CPMൻ്റെ പലപ്പോഴും അത് തിരിച്ചടിയായിട്ടുണ്ട്. അങ്ങനെ ആ തിരിച്ചടികൾ മാറ്റാനായി അവർ രംഗത്തിറക്കുന്നത് റിനി ആർ ജോർജ് എന്ന നടിയെ തന്നെയാണ്. അടുത്ത തവണ എങ്ങനെയും പരവൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, അതായത് CPMൻ്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി റിനി ആർ ജോർജിനെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് പരവൂരിൽ ആൻ ജോർജിനെ തന്നെ, അതായത് റിനി ആൻ ജോർജിനെ തന്നെ മത്സരിപ്പിക്കാനാണ് CPMൻ്റെ തീരുമാനം എന്നുള്ളതും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളായി പുറത്തു വരുന്നുണ്ട്. ഇത് പരവൂർ തന്നെ എടുക്കാൻ കാരണം VD സതീശനും റിനി ആൻ ജോർജിൻ്റെ ഫാമിലിയുമായി അത്യാവശ്യം നല്ല ബന്ധമുണ്ട്. ആ ബന്ധം നിൽക്കുമ്പോഴാണ് ഈ യുവ നേതാവിനെ റിനി പേര് വെളിപ്പെടുത്താതെ ഒരു യുവ നേതാവ് തന്നോട് മോശമായി പെരുമാറിയെന്ന്
റിനിയുടെ വെളിപ്പെടുത്തലുണ്ടാകുന്നത്. ആ വെളിപ്പെടുത്തലിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പലപ്പോഴായി പുറത്തു വരുന്നത്. അങ്ങനെ ആ പേര് പലപ്പോഴായി പുറത്തു വരികയും പല ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരികയും ചെയ്തു. ആ ഓഡിയോ ക്ലിപ്പിലൂടെയെല്ലാം പൊടുന്നനെ കോൺഗ്രസ് നടപടിയെടുത്തു. പരാതി പോലും ഇല്ലാതിരുന്നിട്ടും കോൺഗ്രസ് വ്യക്തമായി നടപടിയെടുക്കുകയും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുകയും ചെയ്തു. ഇന്നും കൂടാതെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ നടപടി വലിയ തരത്തിൽ സ്വീകരിക്കപ്പെട്ടെങ്കിലും റിനി ആൻ ജോർജിനെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളാണ് പിന്നീടുണ്ടായത്. റിനി ആൻ ജോർജിനെ സൈബർ ഇടങ്ങളിൽ വളരെ മോശമായി ചിത്രീകരിക്കും, അടുത്ത സരിതയാണെന്ന് പറയുന്ന തരത്തിലേക്കുള്ള രീതിയിൽ വരെ വലിയ തരത്തിലുള്ള രോഷപ്രകടനങ്ങൾ ഉണ്ടാകുകയും ചെയ്തെങ്കിലും റിനി സ്ട്രോങ് ആയി നിൽക്കുകയും അവർ വ്യക്തമായി തൻ്റെ നിലപാട് പറയുകയും ചെയ്തു. ആ നിലപാട് കണ്ടിട്ടാണ് ഇപ്പോഴിതാ CPM റിനി ആൻ ജോർജിനെ ഏത് വിധേനയും മത്സരിപ്പിക്കാനായി ശ്രമിക്കുന്നത്. ഇത് പരവൂരിൽ മാത്രമല്ല, പരവൂർ അല്ലെങ്കിൽ പാലക്കാട് മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളും ശക്തമായി ഇവിടെ നടക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ നിൽക്കുന്നതും CPMലെ ഒരു കൂട്ടം വനിതകൾ തന്നെയാണ്. ഇതുകൂടാതെ CPMന്റെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ഏത് വിധേനയും റിനി ആൻ ജോർജിനെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ നടപടിക്ക് തൊട്ടു മുന്നെയാണ് കഴിഞ്ഞ ദിവസം റിനി ആൻ ജോർജിനെ CPMന്റെ ഒരു വേദിയിൽ ഇവർ പങ്കെടുപ്പിച്ചത്. പെൺ പ്രതിരോധം എന്ന പേരിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് റിനി ആൻ ജോർജിനെ ചീഫ് ഗസ്റ്റായി കൊണ്ടുവരികയും റിനി ആൻ ജോർജിനെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്തത്. അവിടെയും റിനി ആൻ ജോർജ് പറഞ്ഞത് തനിക്കെതിരെ ഒരു പ്രശ്നമുണ്ടായി, തനിക്കെതിരെ ഒരാൾ ഒരു മോശം പദപ്രയോഗം നടത്തിയിട്ടുണ്ട്, തന്നോട് മോശമായി സംസാരിച്ചിട്ടുണ്ട്. അത് തനിക്ക് വലിയ വിഷയമൊന്നുമല്ലെങ്കിലും ഞാൻ പേര് പോലും പറയാതെ ഒരു പ്രസ്ഥാനത്തെ നാണക്കേടുണ്ടാക്കാതെ ഞാൻ നടത്തിയ പ്രസ്താവന പിന്നീട് അത് എനിക്ക് തന്നെ വലിയ വിലങ്ങുതടിയായി മാറുകയും എന്നെ സൈബർ ഇടത്തിൽ വലിയ തരത്തിൽ അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന് ഇവർ തന്നെ പറഞ്ഞു. കൂടാതെ സ്ത്രീകളെ സ്മാർത്ഥ വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് KJ ഷൈനും വിമർശിക്കുകയും ചെയ്തു. ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പരവൂരിൽ CPM സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിലാണ് ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ച് തനിക്കെതിരെ വരെ പ്രചരണം നടത്തിയെന്ന് ശൈല ടീച്ചറും പറയുകയും ചെയ്തു. അങ്ങനെ ശൈല ടീച്ചറായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത്. ഈ ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ടാണ് ശൈല ടീച്ചർ പറയുന്നത് ഷാഫി പറമ്പിലുമായി നടന്ന മത്സരത്തിൽ തനിക്കെതിരെ കാന്തപുരത്തിന് ലെറ്റർ ഹെഡ് വെച്ച് വരെ വ്യാജ പ്രചരണം നടത്തിയെന്നും തനിക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം നടത്തിയെന്നും ശൈല ടീച്ചർ പറയുന്നുണ്ട്. ഇവിടെ വലിയ തരത്തിൽ ഇവർ നടത്തിയ ഈ കൂട്ടായ്മ, അതായത് പെൺ പ്രതിരോധം എന്ന കൂട്ടായ്മ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ CPM ഹാൻഡിലുകളെല്ലാം ഇടതുപക്ഷ ഹാൻഡിലുകളെല്ലാം ഇത് ഏറ്റെടുത്തിട്ടുമുണ്ട്. ഈ പ്രതിരോധത്തിൻ്റെ പേരിൽ നടത്തിയ സമ്മേളനത്തിലാണ് റിനി ആൻ ജോർജിനെ ഇവർ വേദിയിൽ കൊണ്ടുവന്നത്, അവിടെ സംസാരിപ്പിച്ചത്. ഇതിനെല്ലാം തുടക്കമെന്ന് പറയുന്നത് ഇന്നസെന്റിനെ മത്സരിപ്പിച്ചതുപോലെ അതുപോലെ ഈ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പലരെയും മത്സരിപ്പിച്ചിട്ടുണ്ട്. അതിലുള്ളതാണ് PV അൻവർ അടക്കമുള്ളവർ. അങ്ങനെ ഇവരെയൊക്കെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചതുപോലെ റിനി ആൻ ജോർജിനെ VD സതീഷിനെതിരായിട്ടോ അല്ലെങ്കിൽ ഷാഫി പറമ്പിനെതിരായിട്ടോ ഒക്കെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഷാഫി പറമ്പിനെതിരെ മത്സരിപ്പിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ പാലക്കാട് മത്സരിപ്പിക്കാനുള്ള പ്രധാന കാരണം, പാലക്കാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മത്സരിച്ച മണ്ഡലം. അവിടെ റിനി ആൻ ജോർജ് മത്സരിച്ചാൽ അത് CPMന് വലിയ മേൽനോട്ടമുണ്ടാക്കുന്നു, CPMന് വലിയ നേട്ടമുണ്ടാക്കുമെന്നും CPM തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവിടെ വലിയ തരത്തിൽ CPM ശ്രമിച്ചിട്ടും പാലക്കാട് 18,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. ആ ജയം CPMനും അതുപോലെ BJPക്കും വലിയ ക്ഷീണമുണ്ടാക്കിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ക്ഷീണം മറികടക്കാൻ ഏത് വിധേനയും ആ സീറ്റ് പിടിച്ചെടുക്കാനും CPM നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് റിനി ആൻ ജോർജിനെ ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ റിനി ആൻ ജോർജിനെ രംഗത്തിറക്കി ഏത് വിധേനയും പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും പാർട്ടിയിൽ കൂടി കൊണ്ടുവന്ന് അതിലൂടെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. KJ ഷൈൻ റിനി ആൻ ജോർജിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. റിനിയെ പോലുള്ള സ്ത്രീകളാണ് പാർട്ടിക്ക് മുന്നിലേക്ക് വരേണ്ടതെന്നും അവരാണ് പാർട്ടിക്ക് ആവശ്യമെന്നും റിനി ആൻ ജോർജിനെ കുറിച്ച് KJ ഷൈൻ പറയുകയും ചെയ്തു. ഒപ്പം തന്നെ ഇവിടെ വടകരയിൽ ശൈല ടീച്ചർക്ക് നേരെയുണ്ടായ അതിക്രമത്തെക്കുറിച്ചും ശൈല ടീച്ചർക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും വ്യാജ വീഡിയോയെക്കുറിച്ചും വരെ ശൈല ടീച്ചർ പ്രസംഗിക്കുന്ന കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ശൈല ടീച്ചറുടെ പ്രസംഗവും വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. അവിടെ ഷാഫി പറമ്പിലെ വിജയം വലിയ വിജയമായിരുന്നു. ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടിൻ്റെ വിജയമാണ് വടകരയിൽ ഷാഫി പറമ്പിൽ നേടിയെടുത്തത്. വടകരയിൽ ഷാഫി പറമ്പ് വരുമ്പോൾ തന്നെ അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. വലിയ തരത്തിൽ ഏതാണ്ട് കേരള രാഷ്ട്രീയം മൊത്തം വടകരയിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടായി. അവിടെ ശൈല ടീച്ചറെ പോലുള്ള ഉന്നതയായ പ്രമുഖയായൊരു CPM നേതാവ്, അതുപോലെ ഏവർക്കും ഇഷ്ടമുള്ള എല്ലാവരും വലിയ തരത്തിൽ സ്വീകരിക്കുന്ന ഒരു നേതാവിനെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ CPMനോടെ വലിയ ഓവർ കോൺഫിഡൻസും ഉണ്ടായിരുന്നു. ശൈല ടീച്ചർ ഉറപ്പായും ജയിക്കുമെന്ന് തന്നെയാണ് അവർ കരുതിയിരുന്നത്.
പക്ഷേ അവിടെ കണ്ടത് ഷാഫി പറമ്പിൽ വലിയ തരത്തിൽ മുന്നേറ്റമുണ്ടാക്കുകയും ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈബർ അക്രമങ്ങൾ, വാദപ്രതിവാദങ്ങൾ, ആരോപണങ്ങൾ ഇതെല്ലാം ഉണ്ടായി. ശൈലജ ടീച്ചർ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തൻ്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചെന്നും വീഡിയോകൾ ഉപയോഗിച്ചെന്നും വരെ കരഞ്ഞുകൊണ്ട് പറയുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ ഷാഫി പറമ്പിൻ്റെ കുടുംബത്തിന് നേരെ വരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഉണ്ടായി. അതിനൊപ്പം തന്നെ ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറഞ്ഞത് എൻ്റെ ഉമ്മയും ഉപ്പയും വരെ ഇതിലേക്ക് വലിച്ചടയ്ക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് MV ഗോവിന്ദൻ അടക്കമുള്ളവർ വന്നിട്ട് പറഞ്ഞു വീഡിയോ ഞാൻ കണ്ടതാണ്, അതായത് ശൈലജ ടീച്ചർക്കെതിരെയുള്ള മോർഫ് ചെയ്ത വീഡിയോ ഞാൻ കണ്ടതാണ് എന്ന് MV ഗോവിന്ദൻ പറയുമ്പോൾ ശൈലജ ടീച്ചർ പറഞ്ഞത് വീഡിയോ അല്ല ഫോട്ടോയാണുള്ളതെന്ന് ശൈലജ ടീച്ചർ തിരുത്തി പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞ ടീച്ചർ അല്ലല്ലോ അത് പറയേണ്ടത്, ഞാൻ കണ്ടതാണെന്ന് MV ഗോവിന്ദൻ അടക്കമുള്ളവർ പറയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അവിടെ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ, അതുപോലെ വലിയ തരത്തിലുള്ള ഏതാണ്ട് അക്രമ രീതിയിലുള്ള സാഹചര്യം വരെ നിലനിന്നിട്ടാണ് വടകരയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിച്ചു. അതുപോലെ തന്നെയാണ് പാലക്കാട് നടന്നത്. ഇതിനെല്ലാം മുൻകൈ എടുത്തത് VD സതീശനാണെന്ന് CPM-ന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും CPM-ൽ നിന്നും ശ്രമിക്കുന്നത് VD സതീശനെ ഒതുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ റിനി ആൻ ജോർജിനെ രംഗത്തിറക്കി മത്സരിപ്പിക്കാനായി CPM ശ്രമിക്കുന്നത്. ആ ശ്രമം ഇത് എത്രത്തോളം യുവനടി സ്വീകരിക്കുമെന്നാണ് ഇനി കണ്ടറിയാനുള്ളത്. കാരണം അവിടെ റിനി ആൻ ജോർജിനെ മത്സരിപ്പിക്കുമ്പോൾ, അതും VD സതീശനെതിരെ മത്സരിപ്പിക്കുമ്പോൾ, VD സതീശനുമായി റിനി ആൻ ജോർജിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. ഈ റിനിക്കും അതുപോലെ VD സതീശൻ്റെ കുടുംബവുമായി അത്യാവശ്യം നല്ല ബന്ധമുണ്ട്. ആ ബന്ധം വെച്ചുകൊണ്ടും അതല്ലെങ്കിൽ തന്നെ പരവൂരിൽ ഏത് വിധേന മത്സരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. അവിടെ മത്സരിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നതെങ്കിലും ചിലപ്പോഴത് പാലക്കാട്ടേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇതിന് നടി എത്രത്തോളം വാക്ക് പാലിക്കും, അല്ലെങ്കിൽ എത്രത്തോളം ഇതിന് സമ്മതം മൂളുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ സൈബർ അറ്റാക്ക് നേരിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ അറ്റാക്ക് നേരിട്ട് ഈ പോരാട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പെൺമക്കൾക്ക്, നമ്മുടെ ഭാവിയിലെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക് ഇവിടെ സ്വാതന്ത്ര്യത്തോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ശക്തമായി പോരാടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുവെ പറയുന്നത് അനുസരിച്ച് റിനിക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്നൊക്കെ. അതുകൊണ്ട് തന്നെ റിനിക്ക് VD സതീശനുമായി വ്യക്തമായ ബന്ധമുണ്ടെങ്കിലും, VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുമായി വലിയ അടുപ്പമുണ്ടെങ്കിലും ഇവർക്ക് കോൺഗ്രസിൽ അങ്ങനെ പ്രത്യേക സ്ഥാനമോ യൂത്ത് കോൺഗ്രസിൽ അങ്ങനെ സ്ഥാനമൊന്നുമില്ല. ഇവർ സ്ഥാനത്തിന് ശ്രമിച്ചിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ CPM ശ്രമിക്കുന്നത് ഏത് വിധേനയും ഇവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് പരവൂരിലോ അല്ലെങ്കിൽ പാലക്കാടോ മത്സരിപ്പിക്കാനാണ് CPM വ്യക്തമായി ശ്രമിക്കുന്നത്. അതിനുള്ള കാരണം ഏത് വിധേനയും VD സതീശനെ ഒതുക്കുക എന്നുള്ളതാണ്. CPM-ന് എതിരായി നിന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് VD സതീശനും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ ഷാഫി പറമ്പിലടക്കമുള്ളവരാണ്. ഇവരെ ഒതുക്കിയാൽ ഏതാണ്ട് CPM-ന്റെ വിജയം 3-ാം തവണയും സുനിശ്ചിതമാകുമെന്ന കാര്യം ഇവർക്കുറപ്പാണ്. പക്ഷേ ഇവരുടെ ഈ പ്രതിരോധം കാരണമാണ് CPM-ന് പലയിടത്തും പാളിപ്പോകുന്നത്, പലയിടത്തും വീഴ്ചകളുണ്ടാകുന്നത്, പല വീഴ്ചകളും പുറത്തു വരുന്നതും. അത് എങ്ങനെയും ഒതുക്കുക എന്നുള്ളതാണ് CPM ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് റിനി ആൻ ജോർജിനെ രംഗത്തിറക്കാൻ CPM ശ്രമിക്കുന്നത്.